ആചാര്യ വിനോദസ്വാമിക്ക് കൊടുത്ത വാക്ക് പ്രകാരം ഇന്ന് പറയുന്നത്, യേശു ശിഷ്യന്മാരും നടന്നു പോകുമ്പോൾ ഒരാൾ അന്ധനായ ഒരു വ്യക്തി വഴിയിലിരുന്ന് ഭിക്ഷ യാചിക്കുന്നത് കണ്ടു. അപ്പോൾ ശിഷ്യന്മാർ യേശു ക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, റബി, ഇവൻ അന്ധനായിരിക്കുന്നത് ഇവൻ്റെ പാവം കൊണ്ടാണോ, അല്ലെങ്കിൽ ഇവൻ്റെ മാതാപിതാക്കൾ പൂർവീകർ ചെയ്ത പാവത്തിൻ്റെ ഫലമായിട്ടാണോ ഇവൻ അന്ധനായിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഉടനെ യേശുക്രിസ്തു പറയുകയാണ്, ഇവൻ അന്ധനായിരിക്കുന്നത് ഇവൻ്റെ പാവങ്ങളോ അല്ലെങ്കിൽ ഇവൻ്റെ മാതാപിതാക്കന്മാർ ചെയ്ത പാവങ്ങളോ നിമിത്തമല്ല, പ്രത്യേക എൻ്റെ പ്രവൃത്തി ഇവനിലൂടെ വെളിവാകുന്നതിന് വേണ്ടിയാണ് ഇവൻ അന്ധനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറയുകയാണ്. കാരണം യഹൂദന്മാരുടെ വിശ്വാസം അനുസരിച്ച് ഒരുവൻ ഒരു രോഗിയായിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവുള്ളവനായിട്ട് ജനിക്കുക എന്നുള്ളത് അവരുടെ പൂർവീകർ ചെയ്ത പാവങ്ങൾ നിമിത്തമായിട്ടാണ് അവർ കാണുന്നത്. പൂർവീകർ പാവങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന സന്താനങ്ങൾ അതിൻ്റെ ശാപം പേറിയാണ് ജനിക്കുന്നത്. അങ്ങനെ അവർ അന്ധരായിത്തീരും അല്ലെങ്കിൽ ഏതെങ്കിലും കുറവുകളുള്ള മനുഷ്യരായിട്ട് ജനിക്കുമെന്നൊക്കെയാണ് അവരുടെ വിശ്വാസം. പക്ഷേ യേശുക്രിസ്തു പറയുന്നു, അങ്ങനെയല്ല, എൻ്റെ പ്രവൃത്തി ഇവനിൽ വെളിവാകുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് യേശുക്രിസ്തു നിലത്തുപ്പി തുപ്പലുണ്ടാക്കിയിട്ട് അവൻ്റെ കണ്ണുകളിൽ പുരട്ടിയിട്ട് പറയുകയാണ്, നീ ശീലോഹ എന്ന് പറയപ്പെടുന്ന കുളത്തിൽ പോയി കഴുകുക, നിനക്ക് സൗഖ്യമുണ്ടാകുമെന്ന് പറയുകയാണ്. ഇവർ ഈ പറഞ്ഞതുപോലെ തന്നെ ശീലോഹ എന്ന് പറയപ്പെടുന്ന കുളത്തിൽ പോയി അവൻ്റെ കണ്ണ് കഴിയുമ്പോൾ അവന് കണ്ണിന് രണ്ടും കാഴ്ച കിട്ടുകയാണ്. ഇത് കണ്ടിട്ട് എല്ലാവരും വളരെയേറെ അസ്വസ്ഥരാകുകയാണ്. കാരണം ജീവിതത്തിൽ ഇന്നേ വരെ ജന്മനാ രണ്ട് കണ്ണുമില്ലാത്ത ഒരു വ്യക്തി കാഴ്ചയുള്ളവനായിട്ട് തീരുന്നത് അവരുടെ ഓർമ്മയിലോ ചരിത്രത്തിലോ ഒന്നും ഒരിടത്തും ഇതേവരെ ആരും എഴുതി വെച്ചിട്ടോ അല്ലെങ്കിൽ പറഞ്ഞിട്ടോ ഉള്ള ഒരു കാര്യമല്ല. എന്നാൽ യേശുക്രിസ്തു അവനോട് ചോദിക്കുകയാണ്, യേശുക്രിസ്തു എന്ന് പറയപ്പെടുന്ന വ്യക്തി ആരാണ് നിനക്ക് സൗഖ്യം നൽകിയത്? അവൻ പറയുന്നു, യേശു എന്ന് പറയുന്ന ഒരു വ്യക്തി എൻ്റെ കണ്ണിൽ ചെളി ഉണ്ടാക്കി പുരട്ടി ഹീലോകക്കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു, ഞാൻ സൗഖ്യമുണ്ടായി എന്ന് പറയുമ്പോഴേക്കും അവർക്ക് ആർക്കും വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം വർഷങ്ങളായിട്ട്, അതായത് ജനിച്ചപ്പോൾ തൊട്ട് ആ നാട്ടുകാരെല്ലാം അവനെ അറിയുന്നതാണ്. അവനാ ഓർമ്മ വെച്ച് കാലം തൊട്ട് അവനാ വഴിയിലിരുന്ന് ഭിക്ഷ യാചിച്ച് ജീവിക്കുകയാണ് അന്ധനായിട്ടുള്ള വ്യക്തി. ആ പുള്ളി തന്നെയാണോ ഇതെന്ന് പോലും എല്ലാവർക്കും സംശയം തോന്നുന്നു. കാരണം അവർ അത്രയേറെ അസ്വസ്ഥരാണ്. ഇങ്ങനെയൊരു സംഭവം അവരുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല. അവർ അതുപോലെ എല്ലാവരും വന്ന് അവനെ ക്രോസുസ്ഥാനം ചെയ്യുന്നതായിട്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നത്. ഒരു നന്മ പ്രവൃത്തി ചെയ്താൽ പോലും അതിനെ അംഗീകരിക്കുന്നതിന് പകരമായിട്ട് അതിൻ്റെ നിയമപരമായ വസ്തുതകളെക്കുറിച്ച് അന്വേഷിക്കാനായിട്ടാണ് യഹൂദജനത അല്ലെങ്കിൽ ലോകജനത എപ്പോഴും തയ്യാറാകുന്നത്. അതൊക്കെയാണ് ഈ സുവിശേഷ ഭാഗത്തിൽ യേശുക്രിസ്തു ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഇടയും ഒരു ആന്തരിക അർത്ഥം എന്ന് പറയുന്നത്, നന്മയെന്ന് പറയുന്നത് ചെയ്യുന്നത് എല്ലാവർക്കും സാധാരണക്കാർക്ക് വേണ്ടിയെന്നുള്ളതാണ്.